കേരളം വിധി കാത്തിരുന്ന കോളിളക്കം സൃഷ്ടിച്ച പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിൽ ആകെയുള്ള 24 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി. 10 പ്രതികളെ വെറുതെ വിട്ടു. എറണാകുളം CBI കോടതിയാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ ജനുവരി 3-ന് വിധിക്കും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 20 മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് എറണാകുളം CBI കോടതി കേസിൽ ശനിയാഴ്ച വിധി പറഞ്ഞത്. 2019 ഫെബ്രുവരി 17-ന് രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആകെ 24 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 14 പ്രതികളിൽ 1 മുതൽ 8 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 1-ാം പ്രതിയും CPIM മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ A. പീതാംബരൻ, 2-ാം പ്രതിയും പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K. അനിൽകുമാർ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A. അശ്വിൻ, 8-ാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. ഇവർക്ക് പുറമെ 10-ാം പ്രതിയായ T. രഞ്ജിത്ത്, 14-ാം പ്രതിയും CPIM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K. മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണുസുര, 20-ാം പ്രതിയും മുൻ ഉദുമ MLA-യുമായ KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തുള്ളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇവർക്കുള്ള ശിക്ഷാവിധി ജനുവരി 3-ന് പ്രസ്താവിക്കും. പ്രതികളായ മുരളി, പ്രദീപ്, B. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ, A. മധു, റെജി വർഗീസ്, A. ഹരിപ്രസാദ്, P. രാജേഷ്, V. ഗോപകുമാർ, PV സന്ദീപ് എന്നിവരെയാണ് കുറ്റക്കാരല്ലെന്നു കണ്ട് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്ക് വേണ്ടി KPCC മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ CPM സഹയാത്രികനുമായ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, നിക്കോളാസ് ജോസഫ്, സോജൻ മൈക്കിൾ, അഭിഷേക് എന്നിവരും ഹാജരായി. തുടക്കത്തിലേ ഉണ്ടായിരുന്ന ജഡ്ജി K. കുമനി സ്ഥലം മാറിപ്പോയതിനെ തുടർന്ന് പുതുതായി എത്തിയ ജഡ്ജ് ശേഷാദ്രിനാഥാണ് കേസിൽ വിധി പറഞ്ഞത്. വിധിയിൽ പൂർണ്ണ തൃപ്തരല്ലെന്നും മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നതെന്നും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പറഞ്ഞു. കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. വിധിയിൽ എത്ര തീരണമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാം പ്രതീക്ഷിച്ച കുറ്റക്കാരൻ. പറഞ്ഞ പോലെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ. എന്താണ് നീതി കിട്ടി എന്ന് തോന്നുന്നു? നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. അതേസമയം ശിക്ഷാവിധി സംബന്ധിച്ച് വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന തുടക്കത്തിലെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്നും, എന്നാൽ കേസ് CBI ഏറ്റെടുത്ത ശേഷം രാഷ്ട്രീയ പ്രേരിതമായി നേതാക്കളെ പ്രതി ചേർത്തപ്പോഴാണ് പാർട്ടി ഈ കേസിൽ നിയമവഴി തേടിയതെന്നും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതികരിച്ചു. അതെ, എന്ത് കാരണത്താൽ നമുക്ക് പറയണ്ടേ, നമുക്ക് മനസ്സിലാവണ്ടേ വിധിപ്പുറപ്പ്. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ നിങ്ങൾ കൊടുത്ത ചാനലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫർദർ ആക്ഷൻ എന്ത് വേണം, എങ്ങനെയാണ് കോടതി അത് സംബന്ധിച്ചിട്ടുള്ള വിധി നടത്തിയിട്ടുള്ളത്. വിധി പകർപ്പ് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം
അത് സംബന്ധിച്ച് പാർട്ടി വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ആവശ്യമായ തീരുമാനം. മാഷി അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മറ്റ് പലരും പറയുന്നത് പോലെ, ആക്ഷേപിക്കുന്നത് പോലെ പാർട്ടിയുടെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമേ അല്ല ഇത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സംഭവം ഏറെ വേദനാകരമാണ് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ സുഹൃത്തുക്കൾ കാണേണ്ട ഒരു കാര്യം, 2019 ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ CBI വരുന്നത്. ആ CBI അന്വേഷിച്ച് രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്തി എന്ന് CBIയുടെ നിഗമനമാണ് ഈ നിങ്ങൾ പറഞ്ഞ പാർട്ടിയുടെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ പ്രതികളാക്കി ചേർത്തിട്ടുള്ളത്. അന്ന് സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് വെച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ആ കേസിൽ ഇടപെട്ടിട്ടില്ല. CBI വന്ന് നമ്മുടെ നേതാക്കന്മാരെ രാഷ്ട്രീയമായിട്ട് കേസിൽ പ്രതികളാക്കുന്നത് വരെ ഞങ്ങൾ ആ കേസുമായിട്ട് ഇടപെട്ടിട്ടില്ല പാർട്ടി എന്നുള്ള നിലയിൽ എന്ന് ഞാൻ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കുകയാണ് CBI. വിധിയിൽ ഉൾപ്പെടുത്താത്ത പ്രതികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതുപോലെയൊരു വിധി തന്റെ ഓർമ്മയിൽ ആദ്യത്തേതാണെന്നും KPCC പ്രസിഡന്റ് K. സുധാകരനും പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷിച്ച ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇനി മാത്രമല്ല, ബാക്കി ഇതിന്റെ അകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിൽ പോകും. ഇന്നിപ്പോ കേസിന്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും. എല്ലാ ആളുകൾക്കും നമ്മൾക്ക് ഇതൊരു മോഡൽ ഒരു പണിഷ്മെന്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രോസിക്യൂഷന് വേണ്ടി CBI പ്രോസിക്യൂട്ടർ ബോബി ജോസഫും കാഞ്ഞങ്ങാട് ബാറിലെ അഭിഭാഷകനായ K. പത്മനാഭനുമാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.